കൃഷ്ണായനം 58 ഗോവർദ്ധനം കുടയായി തുടർച്ച. നാരദരെ, അപമാനത്തിന് പ്രതികാരം ചെയ്യാതെ തരമില്ല. ഗോകുലം നാം നശിപ്പിക്കും. ഇതാ പ്രളയമേഘങ്ങളെ നാം അങ്ങോട്ട് അയക്കുകയാണ്. ഗോപന്മാർക്ക് തടയാമെങ്കിൽ ആകട്ടെ. നാരദൻ ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. നാരദൻ പോയതൊന്നും ദേവപതി കണ്ടില്ല. ഗോപാലർ തന്നെ ധിക്കരിച്ചതിൽ ഇന്ദ്രന് ശക്തിയായ അമർഷം ഉണ്ടായി. ഗോവർദ്ധനമടക്കം വൃന്ദാവനത്തെ മുഴുവനും നശിപ്പിക്കണമെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു. അദ്ദേഹം പുഷ്കരൻ, ആവർത്തകൻ എന്നീ പ്രളയ മേഘങ്ങളെ വരുത്തി അവരോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഗോവർദ്ധനത്തിലേക്ക് പോവുക. അവിടെ കാലുകളെ തെളിക്കുന്ന ഗോപന്മാർ അഹങ്കാരികളായി കഴിയുന്നുണ്ട്. അവരെ ജലധാരയിൽ ഒഴുക്കുക. ഗോവർദ്ധനവും വൃന്ദാവനവും സമുദ്രത്തിൽ ഒഴുകി എത്തണം. എല്ലാം നശിക്കണം. വ്രജവാസികൾ പാഠം പഠിക്കണം. ആജ്ഞ അനുസരിച്ച് പ്രളയമേഘങ്ങൾ ആകാശത്ത് നിരന്നു. 2 യാമങ്ങൾ കഴിഞ്ഞിരിക്കും. നീലാകാശത്തിൽ നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് കൊഴുത്ത കാർമേഘങ്ങൾ ഇഴഞ്ഞു കയറി. അവ മതോന്മത്തരായി കൂട്ടിയിടിച്ച് ബഹളമുണ്ടാക്കി. അഗ്നിപ്പാമ്പുകൾ വളഞ്ഞ് പുളഞ്ഞ് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു കളിച്ചു. കനത്ത മേഘങ്ങൾ കരിമ്പടം പോലെ ഗോവർദ്ധനത്തെ വിഴുങ്ങുവാൻ ആകാശത്തിൽ കൈകൾ വിടർത്തി നിന്നു. ഇതൊന്നും അറിയാതെ ഗോപന്മാർ ആഹ്ലാദ നടനം കഴിഞ്ഞ് മയക്കമായി. രാധയും കണ്ണനും നീല നികുഞ്ചത്തിനകത്തിരുന്നു സ്വകാര്യം പറഞ്ഞു. മടുപ്പില്ലാതെ ഉറക്കം വരാതെ കാത്തിരിക്കുന്ന കണ്ണന്റെ കണ്ണിൽ കാമൻ പുഞ്ചിരിക്കുന്നതും കണ്ട് രാധ ഇരുന്നു. പെട്ടെന്ന് 8 ദിക്കുകളും ഞെട്ടുമാറ് ഒരു മേഘ നിർഘോഷം മന്നിടത്തിലേക്കിറങ്ങി വന്നു. തുരുതുരാ മിന്നൽ മിന്നി താണു. ശബ്ദം കേട്ട് മന്നിടം വിറച്ചു. ഗോവർദ്ധനം പൊടുക്കനെന്ന് ഉണർന്നു. കാലികൾ അമറി. ഗോപാലന്മാർ ഞെട്ടി ഉണർന്നു. സന്തോഷം പോയി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഗോപന്മാർ പരിങ്ങി. മിന്നലുകൾ ഭയം ജനിപ്പിക്കുമാറ് മന്നിടത്തിലേക്ക് കത്തി താണു വന്നു. മരങ്ങൾ ഞെരിയുവാൻ തുടങ്ങി. ചെകിടടപ്പിക്കുന്ന ശബ്ദത്തോടെ മേഘ നിർഘോഷം മുഴങ്ങി. ഗോവർദ്ധനത്തിന്റെ മുടി കുലുക്കിക്കൊണ്ട് കാറ്റ് വന്ന് കാട് ചുറ്റി കാറ്റ് അലറി. മരങ്ങൾ തലകറങ്ങി താണു. കടപുഴകി വീഴുന്ന ശബ്ദം മലയിൽ മുഴങ്ങി. കാർമേഘങ്ങൾ താണുവന്നു. കൊടുങ്കാറ്റിന്റെയും മഴയുടെയും ദേവൻ കോപിച്ചിരിക്കുന്നു. ഫലം ഉടനെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. സന്ധ്യ വരെ ആകാശത്ത് ഒരു കാർമേഘം പോലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഈ കാളമേഘങ്ങൾ ഉരുണ്ടു കയറിയത്. ഇപ്പോൾ കൊടുങ്കാറ്റും ശക്തിയായി അടിക്കുന്നു. വേഗം വണ്ടികൾ തയ്യാറാക്കുക. ഉടനെ ഗോവർദ്ധനം ഇറങ്ങണം. അല്ലെങ്കിൽ മലയിടിഞ്ഞും മരങ്ങൾ വീണും നാം മരിക്കും എന്നുറപ്പാണ്. ഇങ്ങനെ പറഞ്ഞ് ഒരു കൂട്ടർ വണ്ടികൾ പൂട്ടാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അവരെ തടഞ്ഞ് പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ കാണിക്കുന്നത്? കാളകൾ രാത്രിയിൽ എങ്ങനെ നടക്കും? അവ മലയിടുക്കുകളിൽ വീണ് അപകടം വരുത്തും. മഴ പെയ്യുമോ എന്ന് നോക്കട്ടെ. ഏതായാലും നേരം വെളുക്കുന്നത് വരെ സഹിച്ചേ മതിയാകൂ. കാളയെ ചാട്ടിൽ ബന്ധിക്കുവാൻ ശ്രമിച്ചവർ പറഞ്ഞു. ഒരു ബാലന്റെ വാക്കുകേട്ട് മുതിർന്നവരായ നാം ആലോചനയില്ലാതെ പ്രവർത്തിച്ചത് ശരിയായില്ല. ആചാര്യം പോലും അവന്റെ വാക്കിൽ വിശ്വസിച്ചതാണ് അത്ഭുതം. ദേവപതിക്കാണ് പൂജ നടത്തേണ്ടത്. എങ്കിൽ ഈ അധപ്പതനം വരികയില്ലായിരുന്നു. ദേവേന്ദ്രന്റെ കോപം അസഹ്യമാണ്. ദുഷ്പ്രദർശ്യമായ ആ കോപം നാം എങ്ങനെ തടയും? ഗോവർദ്ധനത്തെ സേവിച്ചവർ തന്നെ പരിഹാരവും കാണട്ടെ. എന്തായാലും മരണം തന്നെയാണ് നമുക്ക് വിധിയെന്ന് തോന്നുന്നു. കടലിരമ്പി വരും പോലെ ഒരു ശബ്ദം മുഴങ്ങുന്നു. കാറ്റാണോ അതോ മഴയോ? ആലോചിച്ച് അവസാനിച്ചില്ല. തണുത്ത കാറ്റ് മുന്നേ വന്ന് അവരെ പൊതിഞ്ഞു. പിന്നാലെ മഴത്തുള്ളികളും പതിച്ചു. തുമ്പിക്കരത്തിനൊത്തവണ്ണം ജലധാര പെയ്തിറങ്ങി. മന്നിടം കുലുങ്ങി. ഗോവർദ്ധനഗിരി പ്രതിധ്വനങ്ങളാൽ പരിഭ്രമം ഉണ്ടാക്കി. തുള്ളിക്ക് ഒരു കുടം എന്ന കണക്കിൽ മഴവെള്ളം അവനിയിൽ നിറഞ്ഞ് കുതിച്ചൊഴുകുവാൻ തുടങ്ങി. അടമഴ പെയ്യുവാൻ ആരംഭിച്ചു. ഗോവർദ്ധനത്തിന്റെ മസ്തകത്തിൽ നിന്ന് ചുവന്ന ചാലുകളുണ്ടായി. മരങ്ങൾ കടപുഴകി മറിഞ്ഞു. മലവെള്ളം കുത്തിപ്പാഞ്ഞു. താഴ്വരകളിലെ നീർച്ചാലുകൾ കനത്തു. കാളിന്തി കരകളിലേക്ക് ഉത്സാഹത്തോടെ തിക്കിക്കയറി. കാട്ടുചോലകൾ അരുവികളായി. ഗോപസ്ത്രീകൾ ഭയന്നു. കുട്ടികൾ പേടിച്ചരണ്ട് അമ്മമാരുടെ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിച്ചു. മിന്നലുകൾ താണു പുളഞ്ഞു. ഗോപന്മാർ ഭയന്ന മുഖവുമായി പരസ്പരം നോക്കി.
ദേവപതിയുടെ കോപം നിസ്സാരമല്ല. കോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടുവാനാണ്? ആവില്ല. വൃന്ദാവനത്തിലേക്ക് മടങ്ങുവാനും കഴിയുകയില്ല. ഇനി വൃന്ദാവനം തന്നെ അവിടെ കാണുമെന്ന് എന്താണ് ഉറപ്പ്? ഭവനങ്ങളെല്ലാം ജലമെടുത്തു പോകാം. അവിടെ തങ്ങിയ മനുഷ്യരും ജലധാരയിൽ ഒഴുകിപ്പോയിരിക്കാം. എല്ലാം നശിക്കും. അത്രമേൽ ശക്തമായാണ് മഴ പെയ്തിറങ്ങുന്നത്. അവർ പ്രാർത്ഥിച്ചു, ദേവപദേ, കോപിക്കരുതേ. തെറ്റുകൾ അനവധി സംഭവിച്ചു. പ്രായശ്ചിത്തം എന്തുമാകാം. അങ്ങ് ജലധാരയിൽ വ്രജഭൂമിയെ കഴുകി മാറ്റരുതേ. പക്ഷെ ആ പ്രാർത്ഥന വനരോധനമായതേ ഉള്ളൂ. കാളിന്തി കര കവിയുക തന്നെ ചെയ്തു. ഗർഗാചാര്യനും നന്ദഗോപനും വൃഷഭാനുവും കണ്ണന്റെ നികടത്തിലെത്തി. ഗർഗനെ കണ്ണൻ നമസ്കരിച്ചു. കണ്ണാ, നിന്റെ വാക്കിൽ നമ്മൾ പർവ്വതത്തെ പൂജിച്ചു. പക്ഷേ ആ പർവ്വതത്തിന് നമ്മെ പോറ്റുവാൻ കഴിയുമോ? ദർപ്പിതനായ ദേവേന്ദ്രൻ ദയ കാണിക്കുമെന്ന് തോന്നുന്നില്ല. വ്രജവാസികൾ മലവെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന് വന്നാൽ കഷ്ടമാണ്. അസഹ്യമായ മഴ കാരണം വൃന്ദാവനത്തിലുള്ളവരെല്ലാം ഇവിടേക്ക് വന്നെത്തിക്കഴിഞ്ഞു. വൃന്ദാവന ഭൂമി കാളിന്തിക്ക് മേഞ്ഞു നടക്കുവാനുള്ള കളിക്കളമായി. ഗോപന്മാരുടെ ഭവനങ്ങൾ അവൾ ഒഴുക്കി കാണും. ഗോവർദ്ധനത്തിന്റെ മുടികൾ ഇടിഞ്ഞു തുടങ്ങി. വൻമരങ്ങൾ കടപുഴകി മറിയുകയാണ്. ഇതാ ഇവിടുള്ള മരങ്ങൾ ഉലയുന്നു. എപ്പോഴാണ് മറിയുക എന്നറിയില്ലല്ലോ. എന്താണ് കണ്ണാ ഇതിനൊരു പരിഹാരം? വ്രജഭൂമിയിലെ ജനങ്ങളെ എങ്ങനെയും സംരക്ഷിക്കണമല്ലോ. ആചാര്യവചനം കേട്ട് മായാമയനായ കണ്ണൻ പറഞ്ഞു. ഇന്ദ്രന്റെ കോപം കവിഞ്ഞൊഴുകുന്നത് മഴത്തുള്ളികളായി മഞ്ഞിടത്തിൽ പതിക്കുന്നു. വിരോധാഭാസം തന്നെ ഇത്. ഏത് കർമ്മത്തിനും ആദ്യവും മധ്യവും അന്ത്യവുമുണ്ട്. എന്നാൽ ശുഭകാര്യങ്ങൾക്ക് മാത്രമേ അന്ത്യം ഭംഗിയാവുകയുള്ളൂ. നമ്മൾ സമാധാനപ്പെടുക. ഗോവർദ്ധനം ഒരു പാത കാണിച്ചു തരാതിരിക്കുകയില്ല. കലിതുള്ളി അലറി ആകാശത്ത് മേഘങ്ങൾ താണ്ഡവം തുടർന്നു. വീണ്ടും ഭൂമി കുലുങ്ങി. ഭീകരമായി വർഷപാതം തുടർന്നു. ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ ഗോപന്മാർ ഇനിയെന്ത് വേണ്ടു എന്നറിയാതെ പ്രാർത്ഥിച്ചു നിന്നു. കണ്ണൻ ബലരാമനുമൊത്ത് താഴ്വരയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. പൊന്നുണ്ണിക്കണ്ണൻ ഗോവർദ്ധനത്തെ സൂക്ഷിച്ച് വീക്ഷിച്ചു. കേശവൻ കാല് പിണച്ച് അല്പനേരം ധ്യാനത്തിൽ നിന്നു. നിറം മാറി കണ്ണൻ ചുവക്കുവാൻ തുടങ്ങി. തിരുമുടിയിലെ നീല പിഞ്ചിക സ്വർണ്ണ നിറത്തിലായി. ബലരാമൻ കേശവന്റെ പിന്നിൽ നിന്നു. അടവിയുടെ അകത്തളം കണ്ണനെ കണ്ട് ആനന്ദിച്ചു. അഹംമുഴുത്ത ദേവപ്രഭുവിന്റെ ചിത്തവിഷം മാറ്റുവാൻ കാളിയ മർദ്ദകനായ കണ്ണൻ കാലുകൾ ശക്തിയായി മുന്നോട്ട് വെച്ചു. കാലികളെ തെളിക്കുന്ന കോൽ മുന്നോട്ട് നീട്ടി ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ കുത്തി നിർത്തി. കാലിക്കോൽ പർവ്വതത്തിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. കണ്ണൻ അവനിയിൽ ബലമായി കാലുറപ്പിച്ച് കാലിക്കോൽ മന്ദം ഒന്നനക്കി. വിഷ്ടവനാഥന്റെ പാദാഘാതം താങ്ങുവാനാവാതെ മന്നിടം ഞെരിപിരി കൊണ്ടു. ഗോവർദ്ധനത്തിന്റെ പള്ളയിലേക്ക് ഭഗവാൻ തന്റെ കുഞ്ഞു വിരലുകൾ കടത്തി. എന്തോ പൊട്ടി അടർന്ന ശബ്ദം. ഗോവർദ്ധനത്തിൽ ദിക്കുകൾ ഞെട്ടുമാറ് ഭയങ്കരമായ ആരവം മുഴങ്ങി. മേഘങ്ങൾ ഇടിഞ്ഞിറങ്ങി പതിക്കുന്നുവോ? അതോ കൊടുമുടി അടർന്നു തെറിക്കുന്നുവോ? എന്താണ് ഈ ഘോഷമെന്നറിയാതെ ഗോപാലന്മാർ പരുങ്ങി. ഉത്സവത്തിന് വന്നതിന് അവർ സ്വയം ശപിച്ചു. ശബ്ദത്തിന്റെ ഉത്ഭവം ലക്ഷ്യമാക്കി അവരുടെ കണ്ണുകൾ പാഞ്ഞു. അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് ഗോപന്മാർ വിസ്മയ സ്തബ്ധരായി. മല ഉയരുന്നു. നെടിയ കൊടുമുടി മലയുടെ അടിയോടെ അടർന്നു മാറുന്നുവോ? തിരുമുടി ചൂടി തിലകം ചാർത്തി വിടർന്ന വദനവുമായി കണ്ണൻ പൊടുന്നനെ കടുതരമായി മലയുയർത്തുന്നു. അത്ഭുതവും വിഭ്രമവും ഏകീഭവിച്ച് ഗോപന്മാർ സ്തബ്ധരായി നിന്നു. കണ്ണൻ ഗോവർദ്ധനത്തെ അതിലെ സകല വിഭവങ്ങളോടും കൂടി ഉയർത്തി. ആകാശ ചുംബികളായ വൃക്ഷങ്ങൾ മേഘഗാത്രത്തിലേക്ക് തള്ളിക്കയറ്റി. നീർച്ചാലിട്ട് ശോഭിക്കുന്ന കൊടുമുടികൾ നക്ഷത്രമണ്ഡലത്തെ അധകരിക്കുവാൻ തുടങ്ങി. പർവ്വതം മന്ദം മന്ദം ഉയർന്നു. ഗോവർദ്ധനത്തിനിടയിൽ ഉണ്ടായിരുന്ന നവരത്നങ്ങളുടെ പ്രകാശം ഗോപന്മാരിലേക്ക് തെളിഞ്ഞൊഴുകി. രത്നങ്ങളുടെ പ്രകാശം ധവളാഭമായപ്പോൾ ഗോവർദ്ധനത്തിന്റെ സമതലം പകൽ പോലെ ശോഭിച്ചു. ബലരാമൻ എല്ലാവരോടും ആജ്ഞാപിച്ചു, വ്രജഭൂമിയിൽ നിന്നും വന്നവർ ഗോവർദ്ധനത്തിന് അകത്ത് പ്രവേശിക്കുവിൻ. നാൽക്കാലികളെയും സകല സദ്യവട്ട സാധനങ്ങളെയും അകത്തേക്ക് കൊണ്ടുപോരുവിൻ. എല്ലാവർക്കും സുഖമായി വസിക്കുവാൻ വേണ്ട ഇടം ഇവിടെയുണ്ട്. ഗോപാലന്മാരും നാൽക്കാലികളും കണ്ണനുയർത്തിയ ഗോവർദ്ധനത്തിന്റെ അകത്തേക്ക് കയറി. അവരുടെ ഭയം നീങ്ങി. ചൂടും തണുപ്പും അവിടെ സമമായിരുന്നു.
ഇളം കാറ്റ് എല്ലാവരുടെയും കമം കളഞ്ഞു. ഇടത്തെ കൈപ്പത്തിയിൽ ഗോവർദ്ധനം ഉയർത്തി താങ്ങി കാല് പിണച്ചു നിന്ന ഗോപാലബാലൻ പുല്ലാങ്കുഴൽ വായിച്ചു. ഹൃദ്യമായ ആ ഗാനം എല്ലാവരിലും ആനന്ദം ഉയർത്തി. ഉണ്ണിക്കണ്ണന്റെ ഗോവർദ്ധനോദ്ധാരണം കണ്ട് ഗർഗാചാര്യൻ അർദ്ധനിമീലിതാക്ഷനായി നിന്നു. ഗോപാലർക്ക് ഒരു ഗുഹ ദൃശ്യമായതുപോലെയേ തോന്നിയുള്ളൂ. അകത്ത് വിസ്താരവും പ്രകാശവുമുള്ള ഒരു ഗുഹ. മായ കൊണ്ട് കണ്ണൻ അവരുടെ മനസ്സിനെ അത്തരത്തിലാക്കി. ഏറെ നേരം കഴിഞ്ഞില്ല, ഗോവർദ്ധനത്തിന്റെ മുകളിൽ നിന്ന് വരിയിട്ട അരുവികൾ ഗുഹാമുഖത്തേക്ക് വീണു. വെള്ളച്ചാട്ടം പോലെ ജലം സമതലത്തിൽ കറങ്ങി കുറെ അകത്തേക്കും പുറത്തേക്കും ഒഴുകി. തീകൂട്ടി ആഹാരം പാകം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നല്ല, മുട്ടിന്റെ നേര് ജലം സമതലത്തിലും ഗുഹയ്ക്കകത്തുമാവുകയും ചെയ്തു. കണ്ണൻ ഇത് കണ്ടു. അദ്ദേഹം സുദർശനത്തെ സ്മരിച്ചു. അനന്തന്റെ പ്രഭാവം ഓർത്തു. ഗോവർക്ക് അദൃശ്യരായി ഇരുവരും എത്തി. സുദർശനം ജലമുണക്കി എന്നല്ല, മണ്ണിന്റെ നനവ് അപ്പാടെ മാറ്റുകയും ചെയ്തു. വീണ്ടും ജലം കയറാതെയിരിക്കുവാൻ അനന്തൻ മെത്ത പോലെ കിടക്കുകയും ചെയ്തു. ഗുഹാമുഖത്ത് അനന്തന്റെ ഒരു ഭിത്തി തന്നെ സൃഷ്ടിച്ചു. അങ്ങനെ ഗോവർദ്ധനത്തിനകം സുരക്ഷിതമായി. ഒരു കരത്തിൽ ഗോവർദ്ധനം താങ്ങി മഞ്ഞ പൂഞ്ചേല ധരിച്ച് അരമണിയും കിങ്ങിണിയും ചാർത്തി ഓടക്കുഴൽ വായിക്കുന്ന കണ്ണന്റെ രൂപം നോക്കി ഗോപാലന്മാർ അത്ഭുത സ്തബ്ധരായി നിന്നു. കണ്ണൻ വെറും ഒരു ബാലനല്ലെന്ന് അവർക്ക് തോന്നി. 7 ദിവസം അഹോരാത്രം മഴ പെയ്തു. എല്ലാം നശിച്ചു കാണുമെന്ന് കരുതി ആനന്ദത്തോടെ ദേവേന്ദ്രൻ വ്രജഭൂമിയിലെത്തി. ദേവന്മാരും മഹർഷിമാരും അകമ്പടി സേവിച്ചു. അഹങ്കാരിയായ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്താണ് എഴുന്നള്ളിയത്. ഗോവർദ്ധനത്തിന്റെ മുകളിലെത്തിയപ്പോൾ ദേവകൾ അതിശയിച്ചു. ഗോവർദ്ധനത്തിന്റെ കൊടുമുടി കുട പോലെ പിടിച്ച് ഗോപാലൻ നിൽക്കുന്നു. അതിനിടയിൽ ഗോപന്മാരും മറ്റുള്ളവരും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളിൽ മുഴുകി കഴിയുന്നു. കാളിന്തി കര കവിഞ്ഞില്ല. നീലജലം അല്പം കലങ്ങി എന്ന് മാത്രം. ഇതെല്ലാം കണ്ട് കോപം തെളിച്ച ദേവപതി വൃന്ദാവനം നശിപ്പിക്കുവാൻ വജ്രായുധം എടുത്തു. വലത്തേക്കര പെട്ടെന്ന് മരവിച്ചു. വജ്രായുധം ഉയർന്നില്ല. ഇന്ദ്രൻ സ്തംഭിച്ചു നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു അശരീരി കേട്ടു. ദേവേന്ദ്ര, കർമ്മവും ധർമ്മവും ശരിയായി ധരിക്കൂ. ബുദ്ധി ഉറയ്ക്കട്ടെ. ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ അരുത്. കർമ്മമാണ് നിന്നെ ഇന്ദ്രനാക്കിയത്. പക്ഷെ ആ കർമ്മം സുഖത്തിന് നീ ഉപയോഗിച്ചു. ഗോവർദ്ധനം കർമ്മത്തെ ധർമ്മമാക്കി. കർമ്മം ധർമ്മവ്രതമാക്കുന്നവരാണ് പൂജനീയർ. ധർമ്മത്തിന്റെ സുഖം അനുഭവിക്കുന്നവരല്ല. ഈ പാഠം ശരിയായി ധരിക്കൂ. അഭൗമ പ്രകാശമുള്ള സുദർശനം ഗോവർദ്ധനത്തെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ദ്രൻ കണ്ടു. ഇടയച്ചെറുക്കനായി നിൽക്കുന്നത് വിഷ്ടപനാഥനാണെന്നറിഞ്ഞ് പരിഭ്രാന്തനായി അവൻ പലായനം ചെയ്തു. ദേവപതി മറിഞ്ഞതോടെ മഴ നിന്നു. മേഘങ്ങൾ ഒഴിഞ്ഞു. ആകാശം സ്വച്ഛമായി. പ്രകൃതി ശാന്തമായി. അരുവികൾ നിർമ്മലമായി. ഗോവർദ്ധനത്തിന്റെ ഗർഭത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. അവസാനമിറങ്ങിയത് കണ്ണന്റെ ചങ്ങാതിമാരും രാധയുമായിരുന്നു. പുഞ്ചിരിച്ചു നിൽക്കുന്ന കണ്ണനെ കണ്ട് അവർ പറഞ്ഞു, ഗിരി ചുമക്കുവാൻ ഞങ്ങളും സഹായിക്കാം. ആവട്ടെ, ഇതാ താങ്ങിക്കോളൂ, കണ്ണൻ പറഞ്ഞു. ഭഗവാൻ ഗിരി ഒന്ന് താഴ്ത്തി. ഗോപാലന്മാർ 2 കരം കൊണ്ട് താങ്ങി. പക്ഷെ ആ ഭാരം താങ്ങുവാൻ ആർക്ക് കഴിയും? കണ്ണനല്ലാതെ. ചങ്ങാതിമാർക്ക് ജീവൻ അപ്പോൾ പോകുമെന്ന് തോന്നി. അവർ ഉറക്കെ കരഞ്ഞു. കണ്ണൻ പർവ്വതം ഉയർത്തി. ചങ്ങാതിമാർക്ക് ആശ്വാസമായി. അവർ എത്രയും വേഗം പുറത്തു കടന്നു. കണ്ണൻ ലീലയായി പർവ്വതം യഥാസ്ഥാനത്ത് വെച്ചു. അത്ഭുതകരമായ ഈ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഗോപന്മാർ ഒന്നും മിണ്ടാതെ നടന്നു. അവരുടെ മനസ്സിൽ ആരാണ് ഈ കണ്ണൻ എന്ന ചോദ്യം മാത്രമായിരുന്നു. യശോദയും രോഹിണിയും നന്ദനും കണ്ണനെ ആലിംഗനം ചെയ്തു. ഗർഗൻ സന്തോഷാശ്രുക്കളാൽ കണ്ണനെ ആശ്ലേഷിച്ചു. ധന്യമായ നിമിഷങ്ങൾ. പലായനം ചെയ്ത ദേവേന്ദ്രനും ദേവസമൂഹവും കണ്ണന്റെ മുമ്പിലെത്തി. ദേവപതി പ്രാർത്ഥിച്ചു. വിഷ്ടപേശ്വര, ഗോകുലനായക, ഗോവർദ്ധനാധാരക, എന്നോട് ക്ഷമിക്കണമേ. കർമ്മശക്തിയിൽ ഉന്നിദ്രമായ അമൃതശക്തിക്ക് നാശം വരുമ്പോൾ വീണ്ടും മന്നിടത്തിൽ എത്തേണ്ടവനാണ് ഞാൻ. ബ്രഹ്മാണ്ടത്തിലെ എത്രയോ ദേവേന്ദ്രന്മാരിൽ ഒരുവൻ. എന്നിൽ വന്നു ചേർന്ന അഹങ്കാരം അങ്ങ് നശിപ്പിച്ചു. എനിക്ക് പവിത്രത തന്നു. ദേവ, എന്നോട് ക്ഷമിക്കണമേ. ദേവപതിയുടെ പ്രാർത്ഥന കണ്ണൻ സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. ദേവേന്ദ്രനും ദേവന്മാരും സ്വർഗത്തിലേക്ക് മടങ്ങി. ഗോപന്മാർ അദൃശ്യമായ ഈ രംഗം അറിഞ്ഞില്ല. കണ്ണനുമൊത്ത് അവർ ആഹ്ലാദത്തോടെ വൃന്ദാവനത്തിലേക്ക് നടന്നു.
നവോന്മേഷശാലിയായി വൃന്ദാവനം അവരെ സ്വീകരിച്ചു.